തെർമോഡൈനമിക്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അത് കെമിസ്ട്രിയിൽ തെർമോഡൈനമിക്സിനെ നമുക്ക് കെമിക്കൽ തെർമോഡൈനമിക്സ് എന്ന് പറയാം. ദ ടേം തെർമോ ഈസ് വെരി ഫെമിലിയർ ടു യു. തെർമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോ എന്ന് വരുന്ന ടേംസ് വരുന്ന ചില എക്യുപ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്കറിയാം. തെർമോമീറ്റർ എന്തിനു വേണ്ടിയുള്ളതാണ്? ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ്. തെർമോ ഫ്ലാസ്ക്, അതിൽ നമ്മൾ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ, വാട്ടറൊക്കെ വെക്കുകയാണെങ്കിൽ അത് ഹോട്ടായിട്ടാണെങ്കിൽ ഹോട്ടായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ തെർമോ എന്നുള്ള ടേം ഇസ് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ. ആൻഡ് യു നോ ദാറ്റ് ടെമ്പറേച്ചർ എന്താണ്? ഹീറ്റ് എനർജിയുടെ ഒരു മെഷർമെൻ്റാണ്. അപ്പോൾ ഹീറ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ് തെർമോ. ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വൺ വിച്ച് ഈസ് ചേഞ്ചിങ്, മാറിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്യുന്നത്. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. സോ ജനറലി നമുക്ക് പറയാം ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് എനർജി ചേഞ്ചസിനെ കുറിച്ചാണ്. അപ്പോൾ ഏതൊക്കെ ഏരിയയിലാണ് എനർജി ചേഞ്ച് വരുന്നത്? ഒരു എക്സാമ്പിൾ നമുക്കെടുത്ത് പറയുകയാണെങ്കിൽ ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് നമുക്ക് വളരെ ഫെമിലിയറാണ്. ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്? ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അവിടെ ഹീറ്റ് എനർജി പുതിയതായിട്ട് ഫോം ചെയ്യല്ല ചെയ്യുന്നത്. ഏതോ ഒരു ഫോം ഓഫ് എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഏത് ഫോം ഓഫ് എനർജിയാണ്? ഫ്യൂവൽസിൽ എന്ത് ഫോമിലാണ് എനർജി ഇരിക്കുന്നത്? ഫ്യൂവൽസിൽ നമുക്കറിയാം എനർജി കെമിക്കൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ കെമിക്കൽ എനർജിയാണ് ബേൺ ചെയ്യുമ്പോൾ ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്. അതേസമയം ഫ്യൂവൽസ് ലൈക്ക് പെട്രോൾ, ഡീസലൊക്കെ വെഹിക്കിൾസിൻ്റെ എൻജിനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? നമുക്ക് പറയാം അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് വെഹിക്കിൾസിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു ഡ്രൈ സെൽ നമുക്ക് വളരെ ഫെമിലിയറാണ്. ടോർച്ചിലൊക്കെ ഇടുന്ന ബാറ്ററിയൊക്കെ. അപ്പോൾ ആ സെല്ലിൽ ഡ്രൈ സെൽ എന്ന് പറയാം നമുക്കതിനെ. ഡ്രൈ സെല്ലിൽ നിങ്ങൾ എനർജി എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? കെമിക്കൽ എനർജി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ കുറേ എനർജി ചേഞ്ചസ് നടക്കുന്നു. ആ എനർജി ചേഞ്ചസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇത് തെർമോഡൈനമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കെമിസ്ട്രിയിൽ അതിനെ നമ്മൾ കെമിക്കൽ തെർമോഡൈനമിക്സ് എന്ന് പറയും. കെമിക്കൽ തെർമോഡൈനമിക്സ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചാണ്. സോ നമുക്കൊരു ഡെഫിനിഷൻ വേണമെങ്കിൽ കൊടുക്കാം. കെമിക്കൽ തെർമോഡൈനമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് എനർജി ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷനിൽ നടക്കുന്ന എനർജി ചേഞ്ചസിനെ കുറിച്ചാണ് കെമിക്കൽ തെർമോഡൈനമിക്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ കെമിക്കൽ തെർമോഡൈനമിക്സിൽ എനർജി ചേഞ്ച് ആണെന്ന് പറഞ്ഞു. ഹൗ ദിസ് എനർജി ചേഞ്ച് ഈസ് ടേക്കിംഗ് പ്ലേസ് എന്നതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. എനർജി ചേഞ്ച് എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ ആ എനർജി ചേഞ്ച് നടക്കുന്നതിനുള്ള റേറ്റ്, അതിൻ്റെ റേറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ എന്താണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്? ഈ എനർജി ചേഞ്ച് നമുക്ക് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ എനർജി ചേഞ്ച് ഒക്കർ ചെയ്യോ ഇല്ലേ? ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എനർജി ചേഞ്ച് നടക്കുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇനി ഏത് എക്സ്റ്റെൻറ്റ് വരെയാണ് ഇത് നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറേ ലോസൊക്കെ ഉണ്ട്. ഈ ലോസൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഇക്വിലിബ്രിയം, അതായത് നമ്മുടെ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ സിസ്റ്റം ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലിരിക്കുമ്പോഴാണ് ഈ ലോസൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഇതിൽ ഇക്വിലിബ്രിയം, അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം? ഇപ്പോൾ ചില പ്രോപ്പർട്ടീസ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷറൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിനെ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. എന്തായാലും ഈ ലോസ് ഓഫ് തെർമോഡൈനമിക്സ് അപ്ലൈ ചെയ്യുന്നത് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് വേറൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ്. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ടേം ഇക്വിലിബ്രിയം എന്നുള്ളത് വന്നു. അതേപോലെ തെർമോഡൈനമിക്സിൽ ഒരുപാട് പുതിയ ടേംസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തെർമോഡൈനമിക്സ് ഡീപ്പായിട്ട് പഠിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? ഈ പുതിയ ടേംസ് ഏതൊക്കെയാണെന്ന് ആദ്യം പഠിക്കണം. ഓരോ ടേമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ ആദ്യമായിട്ട് തെർമോഡൈനമിക്സിൽ വരുന്ന ടേം സിസ്റ്റം എന്നുള്ളത് തന്നെയാണ്. സിസ്റ്റം, അതുപോലെ തന്നെ ഒപ്പം വരുന്നൊരു ടേമാണ് സറൗണ്ടിങ്സ്. തെർമോഡൈനമിക്സിൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ ടേമും എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ടേം ഏതാണ്? സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. എന്താണ് ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? നമ്മൾ പലതിനെയും സിസ്റ്റം എന്ന് പറയാറുണ്ട് അല്ലേ? നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ലാപ്പോ കമ്പ്യൂട്ടറോ എന്തായാലും അതൊരു സിസ്റ്റമാണ്.
പക്ഷേ തെർമോഡൈനമിക്സിലെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ഡെഫിനേഷൻ വേണം. എന്താണ് സിസ്റ്റം? നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കുന്നുവോ അതാണ് സിസ്റ്റം. നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കുന്നുവോ അതാണ് സിസ്റ്റം. ഇനി ആ സിസ്റ്റത്തിനെ ഈ ടോട്ടൽ യൂണിവേഴ്സിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്നും ഒരു വ്യക്തമായ ബൗണ്ടറി കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ആ ബൗണ്ടറി കഴിഞ്ഞു വരുന്ന ഭാഗം മുഴുവൻ സറൗണ്ടിങ്സും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഭാഗം സിസ്റ്റവുമാണ്. അപ്പോൾ എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ അവർ കൺസിഡറേഷൻ and separated from the remaining part of the universe by well-defined sharp boundaries. അപ്പോൾ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായല്ലോ. വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുക്കുന്നു, അതിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ബീക്കറിൻ്റെ ഉള്ളിലുള്ള വാട്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം. ബീക്കറിൻ്റെ വാൾസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ബൗണ്ടറിയാണ്. അത് കഴിഞ്ഞ് യൂണിവേഴ്സിൻ്റെ ബാക്കി ഭാഗം മുഴുവൻ സറൗണ്ടിങ്സാണ്. ഈ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ജനറലി യൂണിവേഴ്സിൻ്റെ ബാക്കി ഭാഗം മുഴുവൻ സറൗണ്ടിങ്സ് ആണെങ്കിലും തെർമോഡൈനമിക്സിൽ സിസ്റ്റത്തിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗം നിയറസ്റ്റ് സറൗണ്ടിങ്സിനെയാണ് യൂഷ്വലി നമ്മൾ സറൗണ്ടിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ഓഫ് യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ അവർ കൺസിഡറേഷൻ ആൻഡ് സെപ്പറേറ്റഡ് ഫ്രം ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് ബൈ വെൽ ഡിഫൈൻഡ് ഷാർപ്പ് ബൗണ്ടറീസ്. ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സിസ്റ്റം ഇസ് കോൾഡ് സറൗണ്ടിങ്സ്. യൂണിവേഴ്സിൽ സിസ്റ്റം ഒഴിച്ച് ബാക്കി വരുന്ന ഭാഗത്തിനെ നമുക്ക് സറൗണ്ടിങ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സിസ്റ്റം ക്ലാസിഫൈ ചെയ്യണം. പലതരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ട്. ഓരോന്നായിട്ട് നോക്കാം ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്പൺ സിസ്റ്റമാണ്. ഓപ്പൺ സിസ്റ്റം പേരിൽ തന്നെ മനസ്സിലാവും, ഓപ്പൺ ആയിരിക്കുന്ന. അപ്പോൾ ഒരു സിസ്റ്റത്തിന് ബീക്കറിലുള്ള വാട്ടർ പറഞ്ഞു, സെയിം സിസ്റ്റം ക്യാൻ ബി കൺസിഡർ ആസ് ഓപ്പൺ സിസ്റ്റം. അപ്പോൾ ഈ ബീക്കറിലുള്ള വാട്ടറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ വാട്ടറിന് സറൗണ്ടിങ്സിൽ നിന്നും ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റും. അത് ചൂടായിട്ട് വരുമ്പോൾ അതിൽ നിന്നും വേപ്പർ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യും. വേപ്പർ എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള മാറ്ററാണ്. അപ്പോൾ മാറ്റർ സറൗണ്ടിങ്സിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നു, എനർജി സറൗണ്ടിങ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദർ ഈസ് എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. Such a system which can exchange both energy and matter with the surroundings is called an open system. Water kept in an open beaker is an example for open system. Then ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ഈ ബീക്കറിലുള്ള വാട്ടർ നമ്മളൊരു ലിഡ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ then also it can absorb heat energy from the surroundings. But matter cannot escape into the surroundings. കാരണം എന്താണ്? നമ്മളത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. So such a system can exchange only energy with the surrounding and not matter. Such a system which can exchange only energy and not matter with the surroundings is called a closed system. സോ എക്സാമ്പിൾ എന്താ പറയുക? വാട്ടർ കെപ്റ്റ് ഇൻ എ ക്ലോസ്ഡ് വെസൽ. ഇനി നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സിസ്റ്റം നോക്കാൻ പോവുകയാണ്. ഇറ്റ് ഈസ് കോൾഡ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ ആദ്യം പറയാം. ഹോട്ട് വാട്ടർ കെപ്റ്റ് ഇൻ എ തെർമോഫ്ലാസ്ക് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഐസൊലേറ്റഡ് സിസ്റ്റം. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ ഹോട്ട് വാട്ടർ തെർമോഫ്ലാസ്കിൽ വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വലിയ ചേഞ്ച് ഒന്നും അതിൽ വരുന്നില്ല. അതായത് ഹീറ്റ് എനർജി സറൗണ്ടിങ്സ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം എന്താണ്? തെർമോഫ്ലാസ്കിൻ്റെ വാൾസ് എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ആണ്. ഇറ്റ് കനോട്ട് എക്സ്ചേഞ്ച് എനർജി വിത്ത് ദ സറൗണ്ടിങ്സ്. അപ്പോൾ ഒരു ഇൻസുലേറ്റഡ് വാളിലുള്ള ഫ്ലാസ്കിൽ ഹോട്ട് വാട്ടർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യില്ല. സച്ച് എ സിസ്റ്റം ഈസ് കോൾഡ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. എ സിസ്റ്റം വിച്ച് കനോട്ട് എക്സ്ചേഞ്ച് energy and matter with the surroundings is called
an isolated system. So system can be classified into 3 types. With example പഠിച്ചോളൂ. ഇനി ഈ സിസ്റ്റത്തിന് കുറേ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? കുറേ മോളിക്യൂൾസ് ഉണ്ട് ഈ സിസ്റ്റത്തിൽ. നമ്മൾ കുറച്ച് മോളിക്യൂൾസിനെ കുറിച്ചല്ല സ്റ്റഡി ചെയ്യുന്നത്. അതായത് such a system is called a macroscopic system. മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരുപാട് മോളിക്യൂൾസിനെ കുറിച്ചാണ് ആ സിസ്റ്റത്തിൻ്റെ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ മാക്രോസ്കോപ്പിക് സിസ്റ്റം കാണിക്കുന്ന പ്രോപ്പർട്ടീസിനെ നമുക്ക് എന്ത് വിളിക്കാം? മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. തെർമോഡൈനാമിക്സിൽ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസാണ്. നമ്മൾ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ അറിയണം. എന്താണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി? മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആർ പ്രോപ്പർട്ടീസ് which arise from the bulk behavior of system. എക്സാമ്പിൾസ് പറയാമോ? എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാസ്, എന്തിൻ്റെയെങ്കിലും മാസ് അല്ലെങ്കിൽ വോള്യം ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു മോളിക്യൂളിൻ്റെയോ 10 മോളിക്യൂളിൻ്റെയോ അല്ല, ഒരു ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ മാസ് വോള്യം ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസാണ്. ഇതുപോലെയുള്ള മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, ഹീറ്റ് കപ്പാസിറ്റി എല്ലാം എന്താണ്? മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ആയിരിക്കും മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. സോ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആർ മെഷറബിൾ ഓൾസോ. ദേ ആർ മെഷറബിൾ പ്രോപ്പർട്ടീസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ തെർമോഡൈനാമിക്സ് സ്റ്റഡി ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് മുഴുവൻ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസാണ്. എക്സാമ്പിൾസ് മാസ്, വോള്യം, ടെമ്പറേച്ചർ, പ്രഷർ എക്സെട്ര. ഇനി ഈ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് തന്നെ നമുക്ക് 2 ടൈപ്പ് ആക്കാം. ഏതൊക്കെയാണ്? നോക്കൂ, മാസ് എന്ന് പറയുന്നത്. മാസ് നമ്മൾ ഏതിൻ്റെയെങ്കിലും ഒരു മാസ്, ഇപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ കുറച്ച് ഷുഗർ ഉണ്ട്, ഷുഗറിൻ്റെ മാസ് കാണുന്നു, അതിലേക്ക് കുറച്ചും കൂടിയും ഷുഗർ ആഡ് ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്യുന്നു. അതിൽ നിന്ന് കുറച്ച് ഷുഗർ റിമൂവ് ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ മാസ് കുറയുന്നു. അപ്പോൾ മാസ് എന്നുള്ള മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അതിലുള്ള ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സച്ച് എ പ്രോപ്പർട്ടി ഈസ് കോൾഡ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ the quantity of matter present in it, that is called extensive property. Extensive property ക്ക് എക്സാമ്പിൾ ആണ് മാസ്, വോള്യം. വാട്ട് അബൌട്ട് ടെമ്പറേച്ചർ? ഇപ്പോൾ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഒരു ബീക്കർ എടുക്കുന്നു, അതിൽ കുറച്ച് വാട്ടർ ഉണ്ട്. ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കൂ. ഇനി ഈ വാട്ടറിനെ ഇടയിലൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് 2 കമ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ കമ്പാർട്ട്മെൻറ്റിലുള്ള വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ്? ശരിക്കും വോള്യം ജസ്റ്റ് ഹാഫ് ആക്കുന്നു. വോള്യം ടോട്ടൽ വോള്യത്തിനെ 2 ഹാഫ് ആകുന്നു. അപ്പോൾ വോള്യം എങ്ങനെയായിരിക്കും? വോള്യം ബിക്കംസ് വി ഉണ്ടായിരുന്നെങ്കിൽ വോള്യം എത്രയായിട്ട് മാറുന്നു? v/2 ആയിട്ട് മാറുന്നു. ടോട്ടൽ വോള്യം വി ആണെങ്കിൽ അതിനെ പകുതിയാക്കി കഴിഞ്ഞാൽ v/2 ആയിട്ട് മാറുന്നു. അപ്പോൾ വോള്യം എന്ത് പ്രോപ്പർട്ടിയാണ്? ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. കാരണം എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. എമൗണ്ട് ഓഫ് മാറ്റർ കുറഞ്ഞു, അതിൻ്റെ വോളിയം കുറഞ്ഞു. അതേസമയം നോക്കൂ, ടെമ്പറേച്ചർ നോക്കൂ. 50 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനെ ഇടയിലൊരു പാർട്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുമോ? ഓരോ കമ്പാർട്ട്മെൻറ്റിലുള്ള വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ആസ് സച്ച് 50 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് തന്നെ നിൽക്കുന്നു. അതിന് യാതൊരു ചേഞ്ചും വരുന്നില്ല. സോ ടെമ്പറേച്ചർ എന്നുള്ള പ്രോപ്പർട്ടി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. സച്ച് എ പ്രോപ്പർട്ടി ഈസ് കോൾഡ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. അപ്പം എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി പറഞ്ഞാൽ? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. എക്സാമ്പിൾ ടെമ്പറേച്ചർ. വാട്ട് അബൌട്ട് പ്രഷർ? വാട്ട് ഈസ് പ്രഷർ? Pressure means force per unit area. ഒരു യൂണിറ്റ് ഏരിയയിലുള്ള
ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ടോട്ടൽ ഫോഴ്സ് ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കും. അവിടുത്തെ ഏരിയ 2 ആണ്. അപ്പോൾ എത്രയായിരിക്കും അതിൻ്റെ പ്രഷർ വരുന്നത്? 10/2 = 5. ഇനി ഇത് ഡബിളാക്കി 20 ആക്കി. ഏരിയ 4 ആക്കി. അപ്പോൾ എത്രയായിരിക്കും? 20/4 is also 5. അപ്പോൾ പെർ യൂണിറ്റ് ഏരിയ ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ ഡിവൈഡഡ് ബൈ സംതിങ് വരികയാണെങ്കിൽ അത് മിക്കവാറും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡെൻസിറ്റി എല്ലാവർക്കും അറിയാം. ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോള്യം. മാസ് ബൈ വോള്യം നിങ്ങൾക്കറിയാം. മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. വോള്യം ഈസ് ഓൾസോ എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ബട്ട് മാസ് പെർ യൂണിറ്റ് വോള്യം ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഹെൻസ് ഡെൻസിറ്റി ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. വാട്ടർ നിങ്ങൾക്കറിയാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ട് 1 gram/cm³. ഒരു സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് വാട്ടറിൻ്റെ മാസ് എന്ന് പറയുന്നത് 1 gram ആണ്. അപ്പോൾ 100 cm³ ഓഫ് വാട്ടറിൻ്റെ മാസ് എത്രയാണ് വരിക? 100 ആണ് വരിക. 100/100 ഈസ് 1. അതായത് നിങ്ങൾ 1 ടാങ്ക് ഫുൾ ഓഫ് വാട്ടർ എടുക്കുന്നു, ഡെൻസിറ്റി ചെക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് കിട്ടും 1. അതേപോലെ ഒരു ഗ്ലാസ് ഫുൾ ഓഫ് വാട്ടർ എടുക്കുന്നു, ദെൻ ഓൾസോ ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് 1. 1 ടീസ്പൂൺ വാട്ടർ എടുക്കുന്നു, അപ്പോഴും ഡെൻസിറ്റി 1 ആണ്. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഹെൻസ് ഇറ്റ് ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. നോക്കൂ, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഒക്കെ നോക്കുന്നതിന് ഒരു ഫോർമുല ഉണ്ടാവും, ഡിവൈഡഡ് ബൈ സംതിങ്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയിൽ വരും. ഇനി ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളൊരു ടേം ഉണ്ട്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 degree Celsius ഇൻക്രീസ് ചെയ്യാൻ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് വേണോ അതിനെ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ 1 degree ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് വേണം. ഇനി നമ്മൾ സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ മോർ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഇൻക്രീസിങ് ഇറ്റ്സ് ടെമ്പറേച്ചർ ബൈ 1 degree Celsius. So heat capacity depends upon the amount of matter present in it. Hence it is an extensive property. Heat capacity is extensive. ഇനി മോളാർ ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഒരു മോളിൻ്റെ ഹീറ്റ് കപ്പാസിറ്റിയാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് 1 mol എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതിനെ നമുക്ക് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് മാസിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി 1 kilogram, അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ബട്ട് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇതുപോലെ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി എന്നുള്ള ടേംസ് ഒക്കെ ഉണ്ട്. ഈ സർഫസ് ടെൻഷനും വിസ്കോസിറ്റിക്കൊക്കെ ഡിവൈഡഡ് ബൈ സം വേരിയബിൾ വരും. അത് കാരണം അതൊക്കെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്താ? മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്താണ്? അതിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇനി നമുക്ക് പ്രോപ്പർട്ടി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം, സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം പഠിച്ചു. ഇപ്പോൾ ഇനി നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നു? സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം. എന്താണ് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീൻ ചെയ്യുന്നത്? ഇപ്പം നമുക്കറിയാം, വാട്ടർ അല്ലെങ്കിൽ ഐസ് എടുക്കുകയാണെങ്കിൽ അതൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലാണ്. 0 degree ആണ് അതിൻ്റെ ടെമ്പറേച്ചർ അറ്റ് 1 atmospheric pressure. അപ്പോൾ പ്രഷർ, ടെമ്പറേച്ചറിനുള്ള മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസൊക്കെ കോൺസ്റ്റൻ്റ് ആണ് ആ കേസിൽ. ആ പെർട്ടിക്കുലർ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റത്തിൽ അതിൻ്റെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി, അതായത് മെഷറബിൾ പ്രോപ്പർട്ടീസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. സോ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ സിസ്റ്റം അറ്റ് വിച്ച് the macroscopic properties have definite values.
എന്താ മനസ്സിലായില്ലേ? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഓഫ് ദി സിസ്റ്റം. ആ കണ്ടീഷനിൽ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിന് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും. ദറ്റ് ഈസ് കോൾഡ് സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം. ഇനി ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസും ആവശ്യമില്ല. ചില മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കാം. കിട്ടിയോ? എന്താണ് സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ? ദ പ്രോപ്പർട്ടീസ്, macroscopic properties which are used for describing the state of a system are called state properties. ഇനി ഈ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് മാറും. സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു another when any one of the controlling properties of the system undergoes a change. അങ്ങനെ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് മാറിക്കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സിൽ പറയും സിസ്റ്റം എന്ത് ചെയ്തു? ഒരു പ്രോസസ്സ് നടത്തി എന്നുള്ളത് പറയും. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് അവിടെ നടന്നു എന്ന് പറയും. അപ്പോൾ എപ്പോഴാണ് ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുന്നത്? വെൻ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം undergoes a change, a thermodynamic process is set to takes place. അപ്പോൾ പ്രോസസ്സ് നടക്കണമെങ്കിൽ സ്റ്റേറ്റ് മാറണം. സ്റ്റേറ്റ് മാറണമെങ്കിൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ചേഞ്ച് വരണം, അല്ലേ? അപ്പോൾ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എല്ലാ പ്രോപ്പർട്ടീസും ചേഞ്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ചില പ്രോപ്പർട്ടീസ് എങ്കിലും അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ പ്രോപ്പർട്ടീസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതനുസരിച്ച് പ്രോസസ്സിനെ, തെർമോഡൈനാമിക് പ്രോസസ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. തെർമോഡൈനാമിക് പ്രോസസ്സിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോപ്പർട്ടി വിച്ച് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, പ്രോസസ്സസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഐസോതെർമൽ പ്രോസസ്സ്. എന്താ പറയുക? ഐസോതെർമൽ പ്രോസസ്സ്. എന്താണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സെയിം എന്നാണ് മീനിങ്. തെർമൽ ഈസ് എ ടേം റിലേറ്റഡ് ടു ടെമ്പറേച്ചർ. അപ്പോൾ സെയിം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന പ്രോപ്പർട്ടി? ടെമ്പറേച്ചർ. എ പ്രോസസ് വിച്ച് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ആൻ ഐസോതെർമൽ പ്രോസസ്സ്. അതായത് ടെമ്പറേച്ചറിന് മാറ്റം വരുന്നില്ല. മാറ്റത്തിനെ കാണിക്കുന്ന ലെറ്ററാണ് ഡി അല്ലെങ്കിൽ ഡെൽറ്റ. അപ്പോൾ ഡി ടി, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. സോ ഐസോതെർമൽ പ്രോസസ്സിനെ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് ഇങ്ങനെ എഴുതാം: ഡി ടി ഈക്വൽ ടു 0, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഐസോബാറിക് പ്രോസസ്സ്? സെയിം. ബാർ എന്ന് പറയുന്നത് എന്താണ്? പ്രഷറിനുള്ള യൂണിറ്റാണ്. അപ്പോൾ എന്തായിരിക്കും ഐസോബാറിക് പ്രോസസ്സ്? എ പ്രോസസ് വിച്ച് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. പ്രഷറിനുള്ള യൂണിറ്റാണ് ബാർ. സോ സെയിം പ്രഷർ. അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്കലായിട്ട് എങ്ങനെ എഴുതാം? ഡി പി ഈക്വൽ ടു 0. എ പ്രോസസ് വിച്ച് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് pressure is called an isobaric process. That is dP equal to 0, which is called an isobaric process. ഇനി ഇതേപോലെ വേറൊരു പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്സ്. എന്താണ് ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഐസോകോറിക് പ്രോസസ് is a process in which the volume remains constant. Volume remains constant. There is no change in volume. That is dV is equal to 0. That process is called isochoric process. ഇനി വേറൊരു പ്രോസസ്സ് ഉണ്ട് which is called adiabatic process. എന്താണ് adiabatic process നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു തെർമോഫ്ലാസ്ക്. തെർമോഫ്ലാസ്കിൻ്റെ വാൾസ് എങ്ങനെയാണ്? ഇൻസുലേറ്റഡ് ആണ്.
അതുകൊണ്ട് തെർമോഫ്ലാസ്കിനുള്ളിലുള്ള സബ്സ്റ്റൻസ്, അതാണ് സിസ്റ്റം, ആ സിസ്റ്റത്തിനും സറൗണ്ടിങ്സിനും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സച്ച് എ പ്രോസസ് ഈസ് കോൾഡ് എൻ അഡൈബാറ്റിക് പ്രോസസ്. സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എന്തോ പ്രോസസ്സ് നടക്കുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെയല്ല, ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടല്ല, സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടല്ല. സച്ച് എ പ്രോസസ് ഈസ് കോൾഡ് an adiabatic process, a process which takes place without exchange of heat between the system and surroundings. No quantity of heat is exchanged. Quantity of heat is represented as Q. അത് quantity of heat exchange ചെയ്യുന്നില്ല. So Q is equal to 0. Q equal to 0 ആണ് ഏതിൽ വരുന്നത്, അഡയബാറ്റിക് പ്രോസസ്സിൽ. അപ്പോൾ നമുക്ക് മനസ്സിലായി അഡയബാറ്റിക് പ്രോസസ്സ് നടക്കുമ്പോൾ സിസ്റ്റത്തിൻ്റെ വാൾസ് എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള വാൾസിനെ തെർമോഡൈനാമിക്സിൽ പറയും അഡയബാറ്റിക് വാൾ. പറയുന്ന പേരാണ് അഡയബാറ്റിക് വാൾ. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി വിച്ച് ഫൗണ്ട് ടു റിമെയിൻ കോൺസ്റ്റൻറ്റ്, പ്രോസസ്സസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദീസ് ടൈപ്സ്. ഏതൊക്കെ? ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക് ആൻഡ് അഡയബാറ്റിക് പ്രോസസ്. ഇനി ഇത് കൂടാണ്ട് പ്രോസസ്സിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ട് പ്രോസസ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് കോൾഡ് റിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് ദ അതർ ഈസ് കോൾഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ കഴിയും, പക്ഷേ അതിന് കുറേ പ്രത്യേകതകളുണ്ട്. അങ്ങനെയുള്ള പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. വളരെ സ്ലോ എന്ന് കാണിക്കാനുള്ള ടേമാണ് ഇൻഫിനിറ്റിസിമലി സ്ലോലി. എ പ്രോസസ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻഫിനിറ്റിസിമലി സ്ലോലി. അങ്ങനെ സ്ലോ ആയി നടന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ എപ്പോഴും ഒരു ഇക്വിലിബ്രിയത്തിലിരിക്കും. ഇനി പ്രോസസ്സ് നടന്നത് വേറൊരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാലും നമുക്കതിനെ പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. എങ്ങനെ? ബൈ ചേഞ്ചിങ് എനി വൺ ഓഫ് ദ കൺട്രോളിങ് പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോപ്പർട്ടി പഴയ പോലെ തന്നെ ആക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെയുള്ള പ്രോസസ്സിനെ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയും. യൂഷ്വലി ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് ഒരു സ്റ്റെപ്പിൽ ഒരൊറ്റയടിക്ക് നടക്കില്ല, പല സ്റ്റെപ്പിലായിട്ടാണ് നടക്കുക. ഒരുപാട് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് കൂടെ അത് കടന്നു പോകും. സച്ച് എ പ്രോസസ് ഇസ് കോൾഡ് എ റിവേഴ്സിബിൾ പ്രോസസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റിവേഴ്സിബിൾ പ്രോസസ്സിന് ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റുക? എ റിവേഴ്സിബിൾ പ്രോസസ് ഈസ് എ പ്രോസസ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻഫിനിറ്റിസിമലി സ്ലോലി സച്ച് ദാറ്റ് ദർ ഈസ് ഓൾവേസ് ആൻ ഇക്വിലിബ്രിയം between the system and surroundings, and it can be reversed at any stage of the system by reversing any one of the controlling properties of the system. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ്? യൂഷ്വലി such a reversible process takes place in a number of steps. ക്ലിയർ ആയല്ലോ? A process which is not reversible is called an irreversible process. An irreversible process. റിവേഴ്സിബിൾ അല്ലാത്തതൊക്കെ ഇറിവേഴ്സിബിൾ ആണ്. അപ്പോൾ നമ്മൾ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് മാറലാണെന്ന് തുടങ്ങി അതിനെ ക്ലാസിഫൈ ചെയ്തു. അതുകൂടാണ്ട് അതിൻ്റെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതനുസരിച്ച് റിവേഴ്സിബിളും ഇറിവേഴ്സിബിളായിട്ടും ക്ലാസിഫൈ ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറഞ്ഞു. സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ച പ്രോപ്പർട്ടീസ്. അതിൻ്റെ വാല്യൂ, ആ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ, ഇപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ അതിൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് വിളിക്കാം. എന്താണ് അപ്പോൾ സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി, അതിൻ്റെ വാല്യൂ അതിൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ സ്റ്റേറ്റ് ഫങ്ഷൻ. ഇനി സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് എത്താൻ ഉപയോഗിച്ച പാത്തിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പാത്ത് ഫങ്ഷൻ എന്ന് വിളിക്കാം. അത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു വലിയ ബിൽഡിംഗ് കൺസിഡർ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ 100 സ്റ്റോറേജ് ബിൽഡിംഗ് തന്നെ കൺസിഡർ ചെയ്തോളൂ. 100 നിലയുള്ളൊരു കെട്ടിടം. അതിൻ്റെ ടോപ്പ് ഫ്ലോറിലേക്ക് നമുക്ക് എത്തണം.
എത്തണമെങ്കിൽ നമുക്ക് രണ്ട് മാർഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, നമുക്ക് സ്റ്റെപ്പ് കയറി പോവാം. 100 നിലകളുണ്ടെന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം. ഏതാണ് എളുപ്പം? തീർച്ചയായിട്ടും ലിഫ്റ്റാണ്. എന്താ കാരണം? നമുക്ക് ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി നിന്നാൽ മതി. ലിഫ്റ്റ് താനെ മുകളിലേക്ക് നമ്മളെ എത്തിച്ചു കൊള്ളും. നമുക്ക് യാതൊരു വർക്കും ചെയ്യണ്ട. പക്ഷേ നമ്മൾ സ്റ്റെപ്പ് ഉപയോഗിക്കുകയാണെങ്കിലോ നമുക്കൊരു ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് തന്നെ പറയാം. ഒരുപാട് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ നമുക്ക് ഒരുപാട് എനർജി വേണം, ഒരുപാട് വർക്ക് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ലിഫ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ചെയ്തതായിട്ട് തോന്നുന്നേ ഇല്ല, നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ സ്റ്റെപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് എന്നുള്ള പ്രോപ്പർട്ടി, വർക്ക് എന്നുള്ള മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലേ? ലിഫ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ കുറച്ച്, നമുക്ക് അത്ര വർക്ക് ചെയ്യണ്ട. അപ്പോൾ വർക്ക് എന്നുള്ളത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വർക്ക് എന്നുള്ളതൊരു പാത്ത് ഫങ്ഷനാണ്. ക്ലിയർ ആയോ എന്താണെന്നുള്ളത്? പക്ഷേ നമുക്ക് കുറച്ച് വർക്ക് ചെയ്യേണ്ടത്, ലിഫ്റ്റിൽ പോകുമ്പോൾ നമുക്ക് വർക്ക് കുറച്ച് ചെയ്യേണ്ടി വന്നത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കുറഞ്ഞത് കൊണ്ടാണോ? സ്റ്റെപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഹൈറ്റും ലിഫ്റ്റ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഹൈറ്റും ആയതുകൊണ്ടാണോ? അല്ല, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിന് യാതൊരു മാറ്റവും ഇല്ല. സോ ഹൈറ്റ് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഏറ്റവും താഴത്തെ നിലയിൽ നിന്നും ഏറ്റവും മുകളിലെ ഏറ്റവും ടോപ്പ് പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത്? ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. സോ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് എ സ്റ്റേറ്റ് ഫങ്ഷൻ. കാരണം ഏറ്റവും ടോപ്പ് പൊസിഷനും ഏറ്റവും താഴത്തെ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ്, സ്ട്രെയിറ്റ് ലൈൻ ഡിഫറൻസ് ആണ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത്. സോ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. സോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫങ്ഷൻ. ബട്ട് the work used to reach the top position depends on the path that we follow. So work is a path function. Clear ആയോ എന്താണെന്നുള്ളത്? സോ വർക്ക് നമ്മളുടെ തെർമോഡൈനമിക്സിൽ എപ്പോഴും വരുന്ന ഒരു ടേം തന്നെയാണ് വർക്ക്. W എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇതൊരു പാത്ത് ഫങ്ഷനാണ്. ക്ലിയർ ആയില്ലേ? വർക്ക് ഈസ് എ പാത്ത് ഫങ്ഷൻ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ പാത്ത് ഫോളോ. Yes, work depends upon the path followed. So it is a path function. ഇനി നിങ്ങൾ തെർമോഡൈനമിക്സിൽ പഠിക്കുന്ന വേറൊരു പാത്ത് ഫങ്ഷനാണ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് Q. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള രണ്ട് പാത്ത് ഫങ്ഷൻസ് Wയും Qവും ആണ്. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റും വർക്കും മാത്രമാണ് പാത്ത് ഫങ്ഷൻ. ബാക്കി എന്ത് വന്നു കഴിഞ്ഞാലും അത് സ്റ്റേറ്റ് ഫങ്ഷനാണ്. So now what is the difference between state function and path function? State function എന്ന് പറഞ്ഞാൽ എന്താണ്? Its value depends only on the initial and final state of the system. But path function depends upon the path followed also. It depends not only on initial and final position, but it depends upon the path followed also. So a path function is a macroscopic property whose value depends not only on the initial and final state of the system but depends upon the path followed also. They are W and Q, work and heat. But state function is a property whose value depends only on initial and final state of the system. Clear? I list the difference between state function and path function.